അതിരപ്പള്ളി വനത്തിനുള്ളിൽ മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി വന്ന വാർത്ത. ചാലക്കുടി പുഴയുടെ തീരത്ത് നിന്നാണ് ആനയെ കണ്ടെത്തിയിട്ടുള്ളത്. ആനയ്ക്കൊപ്പം മറ്റ് 2 ആനകളും കൂടി ഉണ്ട് എന്നുള്ളതാണ് ഈ ദൗത്യത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നത്. അഖിൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അഖിൽ, എന്തായാലും ആനയെ ചാലക്കുടി പുഴയുടെ തീരത്ത് നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഒപ്പം 2 കൊമ്പനാനകൾ കൂടിയുണ്ട്. അപ്പോൾ ഇനിയുള്ള നടപടികൾ വളരെ നിർണായകമാണ്. ഈ 2 ആനകളെ മാറ്റി വേണം മയക്കുവെടി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാൻ. അതിനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം അനുയോജ്യമാണോ? ഇവിടെ വെച്ച് മയക്കുവെടി വെക്കാനുള്ള സാധ്യതയുണ്ടോ? അതോ പഴയതുപോലെ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റാനുള്ള നീക്കമുണ്ടാവുമോ എന്നുള്ളതൊക്കെ വളരെ നിർണായകമാണ്. വനം വകുപ്പിന്റെയും ഒപ്പം തന്നെ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ അടുത്ത ദൗത്യം എന്തായിരിക്കും? ജിൽസി, ഈ ആന അതായത് ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ആന ഒരു കൂട്ടത്തിനൊപ്പമാണ് എന്നുള്ളതാണ്. അതായത് ഈ ആനയെ കൂട്ടത്തിന് ഒപ്പം നിർത്തിക്കൊണ്ട് മയക്കുവെടി വയ്ക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കുന്ന ഒരു കാര്യമല്ല. അതിലേറ്റവും പ്രധാനമായി വനംവകുപ്പ് ചെയ്യാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത് ഈ ആനയെ ആ കൂട്ടത്തിൽ നിന്നും മാറ്റുക എന്നുള്ളതാണ്. നമുക്ക് ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഒരുപാടുണ്ട്. അതായത് പാലക്കാട് PT7 പിടികൂടുന്ന സമയത്ത് ആ ആന ആദ്യം കാട്ടിലേക്ക് ഒറ്റയാനായിട്ടായിരുന്നു നാട്ടിലുണ്ടായിരുന്നത്. അതിനുശേഷമാണ് മറ്റ് 2 കൊമ്പന്മാർക്കൊപ്പം ആന നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെ ഈ അരിക്കൊമ്പൻ മിഷൻ നടക്കുമ്പോഴും സമാനമായ രീതിയിൽ തന്നെ ആനയ്ക്കൊപ്പം മറ്റ് ആനകളുണ്ടായിരുന്നു. പക്ഷേ ആ മതപ്പാട് സമയത്ത് ഈ ചക്കക്കൊമ്പൻ മാറിപ്പോയതോടുകൂടി അവർക്ക് സൗകര്യമാവുകയും പിന്നീട് അരിക്കൊമ്പനെ പിടികൂടാൻ കഴിയുകയും ചെയ്തു. അതുപോലെ തന്നെ PT7 സമാനമായ രീതിയിൽ കൂട്ടത്തിൽ നിന്ന് വേർപെടുത്തിയ ശേഷമായിരുന്നു പിടികൂടുന്നത്. അത്തരത്തിൽ തന്നെ ഇപ്പോൾ ഈ ആന ഒരു മറ്റ് 2 ആനകൾക്കൊപ്പം നിലയുറപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വനംവകുപ്പിനെ സംബന്ധിച്ചോളം ഏറ്റവും ആശങ്ക നൽകുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഈ ആനയെ ഈ കൂട്ടത്തിൽ നിന്ന് മാറ്റാനുള്ള ശ്രമമായിരിക്കും ആദ്യം നടത്തുക. അതിനുശേഷം അപ്പോൾ ഈ പ്രതിസന്ധി തീർന്നു എന്ന് ചോദിച്ചാൽ അവിടെയും തീരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ആന ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് വെച്ച് ആനയ്ക്ക് മയക്കുവെടി നൽകാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ ദിവസവും ഇതേ സ്ഥലത്ത് തന്നെയാണ് ആന നിലയുറപ്പിച്ചിരുന്നത്. അപ്പോൾ ആനയ്ക്ക് മയക്കുവെടി നൽകാൻ കഴിയില്ല എന്നുള്ള കാര്യം കണക്കൂട്ടിയാണ് ഈ ആനയെ കുറച്ചുകൂടി മുകളിലേക്ക് കയറ്റി പ്ലാന്റേഷൻ വെച്ച് എത്തിച്ച് അവിടെ വെച്ച് മയക്കുവെടി നൽകാൻ കഴിയും. പക്ഷേ ആ ശ്രമം വളരെ വലിയ രീതിയിൽ പാളുന്നു നമ്മൾ കണ്ടതാണ്. കാരണം ആന നേരെ ഓടിക്കയറിപ്പോയത് റിസർവ് വനത്തിലേക്കാണ്. പിന്നീട് ഒരു ദിവസത്തോളം ആനയെ കണ്ണിൽ കാണാൻ വനംവകുപ്പിന് കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷമാണ് ഇന്നിപ്പോൾ ആന വീണ്ടും പിന്നീട് താഴേക്ക് ഇറങ്ങി എവിടെയാണോ ആന നിന്നിരുന്നത് അതേ സ്ഥലത്തേക്ക് ആന വീണ്ടും തിരികെ എത്തിയിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ആ സ്ഥലത്ത് തന്നെ ആന ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നു. അതിന് ഇവിടെ നിൽക്കുന്നതിന് ഒരുപാട് കാര്യങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട്. കാരണം ഈ ആനയ്ക്ക് വെള്ളം സുലഭമായി ലഭിക്കാൻ കഴിയുന്നു. അതായത് ആനയുടെ മസ്തകത്തിലെ പഴുപ്പടക്കം ഉണ്ട്. അപ്പോൾ അത് ആനയ്ക്ക് തന്നെ സ്വന്തമായി ഒരു അത് കഴുകിക്കളയുന്ന തരത്തിലേക്ക് പോകുന്നതിനൊക്കെ ഉപയോഗിക്കാൻ വെള്ളം തൊട്ടടുത്തുണ്ട്. അതുപോലെ കുടിവെള്ളവും തീറ്റയും അടുത്തടുത്ത് ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ആനയ്ക്ക് ഇവിടെ നിന്നും അതായത് അധിക ദൂരം സഞ്ചരിക്കേണ്ടതല്ല. ആന അവശനാണ്. നമുക്ക് ആനയുടെ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. അപ്പോൾ ആനയ്ക്ക് അധിക ദൂരം നടക്കേണ്ടി വരില്ല. അപ്പോൾ വെള്ളവും അതുപോലെ തന്നെ ഭക്ഷണവും ഒക്കെ എളുപ്പം ലഭിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ആന ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്ന ഈ അതിരപ്പള്ളി വെറ്റിലപ്പാറ 14 തൊട്ട് മറുകരയിലുള്ള 2ാം ബ്ലോക്കിലെ ഈ പ്രദേശം എന്ന് പറയുന്നത്. ഈ 2ാം ബ്ലോക്കിൽ ആൽഡി പ്ലാന്റേഷന്റെ ഈ 2ാം ബ്ലോക്കിൽ ആന ഇങ്ങനെ നിലയുറപ്പിക്കുകയാണെങ്കിൽ വനംവകുപ്പിന് കൂടുതൽ സങ്കീർണമാവും. അതിലും ഏറ്റവും കൂടുതൽ സങ്കീർണമാവുന്നത് ആനയ്ക്ക് സുരക്ഷ പോലെ, അതായത് കാവൽ പോലെ 2 കൊമ്പന്മാർ കൂടി ആനയ്ക്കൊപ്പം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ ആ കൊമ്പന്മാരെ കാണുകയും ചെയ്യുന്നുണ്ട്. ആനയ്ക്കൊരു കവചം തീർക്കാൻ, അതായത് പരിക്കേറ്റിരിക്കുന്ന കൊമ്പന് ഒരു കവചം തീർക്കാനായി ചേർത്തുന്നത് പോലെ 2 ആനകൾ കൂടി എത്തിയിരിക്കുന്നു. അപ്പോൾ ഇത് കൂടുതൽ സങ്കീർണമായി കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇനി സങ്കീർണമാകുന്നു എന്നാണ് നമുക്ക് ഈ അവസരത്തിൽ പറയേണ്ടി വരുന്നത്. കാരണം ഈ കൂടെയുള്ള 2 ആനകളെ കൂടെ മാറ്റേണ്ടതുണ്ട്. അപ്പോൾ അതിനുള്ള നടപടിക്രമങ്ങൾ വേണം. പിന്നീട് ഈ കൊമ്പനും അതിനൊപ്പം പോയാൽ അതിനെ കണ്ടെത്തുക എന്നുള്ള ദുഷ്കരമായ ദൗത്യം വീണ്ടും വരും. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. പ്ലാന്റേഷനിലേക്ക് മാറ്റി മയക്കുവെടി വെക്കാനായിരിക്കാം ദൗത്യ സംഘത്തിന്റെ ശ്രമം. പക്ഷെ അതിനൊക്കെ കൂടുതൽ സമയം എടുക്കുന്നതാണ്. അതേസമയം മസ്തകത്തിൽ പഴുപ്പുള്ള ആനയാണ്. അതിന് വേഗം ചികിത്സ നൽകേണ്ടതുമുണ്ട്. അങ്ങനെ ദൗത്യം കൂടുതൽ സങ്കീർണാവസ്ഥയിലേക്കാണ് പോകുന്നത്. ജിൽസി പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് ആനയ്ക്ക് ചികിത്സ നൽകേണ്ട അത്യാവശ്യമാണ് എന്ന് ആദ്യ ദിവസം, അതായത് ഇന്നേക്കിത് 3ാം ദിവസമാണ് ദൗത്യത്തിന്റെ. ആദ്യ ദിവസം തന്നെ അരുൺ സക്രെ പറഞ്ഞിരുന്നു ആനയുടെ മുറിവിൽ പഴുപ്പുണ്ട്, ആ പഴുപ്പിൽ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഒരു കുറച്ചുകൂടി വലുതായിട്ടുണ്ടോ മുറിവ് എന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ആനയുടെ അടുത്തേക്ക്, അതായത് വനംവകുപ്പിന് ഇതുവരെ ഈ തൊട്ടടുത്തേക്ക് എത്തി ആനയ്ക്ക് ഒരു ചികിത്സ നൽകാൻ കഴിയുന്നില്ല. ഇപ്പോൾ ആന പതുക്കെ, അതായത് നമ്മളിപ്പോൾ ആ ദൃശ്യങ്ങൾ നമ്മളിവിടെ നിന്ന് കാണാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് ആന പതുക്കെ കുറച്ചുകൂടി മുകളിലേക്ക്, അതായത് ഈ
പ്ലാന്റേഷന്റെ ഭാഗത്തേക്ക് കുറച്ചുകൂടി മുകളിലേക്ക് ആന നടന്ന് കയറുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. ഒന്നിലധികം കൊമ്പന്മാരുണ്ട്. അതായത് ഇപ്പോൾ കുറച്ചുകൂടി ഇപ്പുറത്തേക്ക് നമ്മുടെ ഈ വെള്ളത്തിന്റെ ഭാഗത്തേക്ക് കുറച്ച് ഈ സൈഡിലേക്കായിട്ട് ആനകൾ നീങ്ങും. അതായത് പതുക്കെ അവർ ആ സംഘം വെയിൽ തട്ടുന്ന നിന്നും അവിടുന്ന് മറ്റ് മാറി ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് സ്വാഭാവികമായും ഇനി വെയിൽ കുറച്ചുകൂടി വെയിൽ ഉദിച്ചു കഴിഞ്ഞാൽ ഈ ആനകൾ കുറച്ചുകൂടി, അതായത് ഉള്ളിലേക്ക്, ആനകളുടെ ഒരു സ്വഭാവം അതാണ്, ആനകൾ കുറച്ചുകൂടി ഈ തണലുള്ള ഭാഗത്തേക്ക് അല്ലെങ്കിൽ കാടിനുള്ളിലേക്ക് കയറുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ഈ പ്ലാന്റേഷനുള്ളിലേക്കൊക്കെ ഇനി കയറാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇവർക്ക് ഇവിടെ ഒരു സൗകര്യം, അല്ലെങ്കിൽ ഇവർക്ക് കുറച്ചുകൂടി സുരക്ഷിതമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആന ഇവിടെ നിൽക്കും എന്നുള്ളത്. എന്തായാലും ഇപ്പോൾ ഒരു സംഘമായി മാറിയിരിക്കുന്നു ഈ പരിക്കേറ്റ ആന എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അപ്പോൾ ഇനി ആന, അതായത് എന്ത് തരത്തിലുള്ള രക്ഷാദൗത്യം, അല്ലെങ്കിൽ ഇനി എന്താണ് ഈ രക്ഷാദൗത്യ സംഘം ഇവിടെ തീരുമാനിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള രക്ഷാദൗത്യത്തിലേക്കാണ് അവർ കടക്കുക എന്നുള്ളതാണ് നമ്മൾ ഇനി കാണേണ്ടത്. അപ്പോൾ ഒരു പുതിയ പ്ലാൻ, അതായത് ഇതുവരെ ഇല്ലാത്തൊരു പ്ലാൻ, അല്ലെങ്കിൽ ഇതുവരെ തയ്യാറാക്കാത്തൊരു പ്ലാൻ ഒരു പക്ഷേ ഇനി ഈ രക്ഷാദൗത്യ സംഘത്തിന് തയ്യാറാക്കേണ്ടി വരും. കാരണം നിലവിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ, ആ പ്ലാൻ പദ്ധതി മാറിയിരിക്കുന്നു. അവർ നേരത്തെ തീരുമാനിച്ച കാര്യങ്ങളിൽ നിന്നും മാറ്റം വന്നിരിക്കുന്നു. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ, അതായത് ഒരു 4 ആനകൾ, അതായത് നമ്മൾ നേരത്തെ 3 ആനകൾ എന്നാണ് പറഞ്ഞത്, നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ പക്ഷേ അവിടെ 4 ആനകളുടെ ഒരു സംഘമായി മാറിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതായത് ഒരു 4 ആനകളെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ജിൽസി. അപ്പോൾ ഒരുപക്ഷെ ആനകളുടെ എണ്ണം കൂടുന്നു എന്നുള്ളത് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ഇവിടുന്ന് വ്യക്തമല്ല, എന്നാലും നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഒരു 4 ആനകൾ ഇവിടെ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് പ്രഥമ ദൃഷ്ടിയാൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുറച്ച് ദൂരമാണ് നമ്മൾ നിൽക്കുന്നതിലും കുറച്ച് ഒരു 100-150 മീറ്റർ അകലെയാണ്. എങ്കിലും ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഒരു 4 ആനകൾക്കൊപ്പം നിൽക്കുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ആനയുള്ളത് ഒരു കൂട്ടത്തിനൊപ്പമാണ്. ഒരുപാട്, അതായത് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു 9 കൊമ്പന്മാരെ കണ്ടു. 9 കൊമ്പന്മാരിലും ഈ മുറിവേറ്റ കൊമ്പനെ കാണാൻ കഴിഞ്ഞില്ല എന്നൊക്കെ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഈ കൊമ്പന്മാരും നിരവധി ആനകളുള്ള ഒരു പ്രദേശമാണ്. അതായത് ഈ കുങ്കികളെ കൊണ്ടുവരുന്നതിൽ ഒരുപക്ഷെ ആദ്യം ഒരു മടിച്ചു നിന്നുണ്ടാവും, അതുതന്നെയായിരിക്കും. കാരണം ഈ കുങ്കികളെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ മറ്റാനകളെത്തി കൂടുതൽ പ്രശ്നങ്ങൾ, ഇത്രയും ആനകളുള്ള പ്രദേശമാകുമ്പോൾ മറ്റ് പ്രശ്നങ്ങളിലേക്കൊന്നും പോകാതിരിക്കാൻ ഒരു സുരക്ഷയായിട്ടായിരിക്കും ആദ്യം കുങ്കികൾ വേണ്ട എന്ന് കരുതിയിട്ടുണ്ടാവുക. ഇപ്പോൾ ഈ പ്രദേശത്തിന്റെ ഭൂപ്രകൃതിയൊക്കെ കണക്കിലെടുത്തായിരിക്കും. അപ്പോൾ ഇനി കുങ്കികളെ കൊണ്ടുവരുമോ, അല്ലെങ്കിൽ ഇനി എന്താണ് ഇനി എന്ത് പ്ലാനാണ്, പദ്ധതിയാണ് തയ്യാറാക്കുക എന്ന് അരുൺ സക്രിയ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇനി, അതായത് അദ്ദേഹത്തിന് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, അദ്ദേഹം ഒരുപാട് ആനകളെ ഇത്തരത്തിൽ ഡാർട്ട് ചെയ്ത് പിടികൂടി കുങ്കികളാക്കിയിട്ടുണ്ട്, അല്ലാതെ സുരക്ഷിതമായി രക്ഷിച്ചിട്ടുണ്ട്, ചികിത്സ നൽകിയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഇനി എന്തായാലും ഇതിനൊരു അദ്ദേഹത്തിന് എന്തായാലും ഇതിനൊരു പ്ലാൻ ഉണ്ടാവും, പ്ലാൻ ഇല്ലാതിരിക്കില്ല, അതിനൊരു പ്രതിവിധി എന്തായാലും അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടാവും എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ഇപ്പോൾ ഒരു 3 ആനയ്ക്കൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ആനക്കൂട്ടത്തിൽ നിന്നും എങ്ങനെ ഇനി ഈ കൊമ്പൻ പുറത്തേക്ക്, അല്ലെങ്കിൽ ഈ കൊമ്പനെ എങ്ങനെ മാറ്റി ചികിത്സ നൽകുമെന്നുള്ളത്, നമുക്ക് ഈ ആനയെ ഒരുപക്ഷെ തിരിച്ചറിയാൻ കഴിയുക എന്നുള്ളത്, അതായത് ഈ ആന തുടർച്ചയായി ആനയുടെ മസ്തകത്തിലേക്ക് മണ്ണ് വാരി എറിയുന്നുണ്ട്. മറ്റു ആനകളിൽ നിന്ന് വ്യത്യസ്തമായി തുടർച്ചയായി ആനയുടെ മസ്തകത്തിലേക്ക് മണ്ണ് വാരി എറിയുന്നുണ്ട്. കാരണം അതിൻ്റെ ആ മുറിയുടെ പഴുപ്പും മറ്റുമൊക്കെ അത് സ്വാഭാവികമായി അതിൻ്റെ ഹീൽ ചെയ്യാനുള്ള ആനകൾക്ക് സ്വാഭാവികമായി ഇത്തരത്തിൽ വനത്തിനുള്ളിൽ ആനകൾ തമ്മിൽ കുത്തുകൂടലുണ്ടാവും, പരിക്കുകളൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ അവർക്ക് തന്നെ അവരുടെ സ്വന്തമായ ഒരു ചികിത്സ ഉണ്ടാവും. പക്ഷേ ആ ചികിത്സയ്ക്ക് അപ്പുറത്തേക്ക് ഒരു ചികിത്സ നൽകേണ്ട സാഹചര്യം ഉണ്ട് എന്നാണ് ഈ ആനയുടെ മസ്തകത്തിന്റെ ആ ഒരു ഫോട്ടോ ഒക്കെ തന്നെ കണ്ടതിൽ നിന്നും അൻസക്രയൊക്കെ അന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിനൊരു പിടികൂടിയും ഒരു സ്റ്റാൻഡിങ് സെഡേഷൻ നൽകിക്കൊണ്ട് ഈ ആനയെ ചികിത്സിക്കാമെന്ന തീരുമാനത്തിലേക്കൊക്കെ തന്നെ വനംവകുപ്പ് പോവുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ ആ 3 ആനകളും അവിടെ തന്നെ നിലയുറപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ആ മസ്തകത്തിലേക്ക് മണ്ണ് വാരി എറിയുന്ന കൊമ്പൻ, ആ കൊമ്പനാവാൻ അത് തന്നെ ആവാനാണ് ഈ പരിക്കേറ്റ ആനാവാനാണ് സാധ്യത. കാരണം ഈ ആനയുടെ മുറിവുള്ളത് കൊണ്ട് തന്നെയാണ് തുടർച്ചയായി ആന ഈ മസ്തകത്തിലേക്ക് ഇത്തരത്തിൽ മണ്ണ് വാരി എറിയുകയും ചെയ്യുന്നത്.